സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾക്ക് വിലവർധനയുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്രയായിരിക്കും? അങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുകയായിരുന്നു. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വിലവർധനയിൽ ചർച്ച വേണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാടെടുത്തിരിക്കുന്നത്. അന്തിമ തീരുമാനം അതിനുശേഷം മതിയെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വിപണി വില കണക്കാക്കി വില വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ ഭക്ഷ്യവകുപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. 24 എക്സ്ക്ലൂസീവ്. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വിലവർധന കണക്കാക്കാൻ സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചിരുന്നില്ല. വിപണി വില കണക്കാക്കി സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനാണ് സമിതി ശുപാർശ ചെയ്തിട്ടുള്ളത്. വിപണി വില കണക്കാക്കി സബ്സിഡി നിശ്ചയിക്കാനുള്ള നിർദ്ദേശത്തിന് ഭക്ഷ്യവകുപ്പ് അംഗീകാരം നൽകി. എന്നാൽ ഓരോ 3 മാസം കൂടുമ്പോഴും വില പരിഷ്കരണമെന്ന നിർദ്ദേശത്തിൽ വകുപ്പ് തീരുമാനമെടുത്തില്ല. വിലവർധന ഇനി അംഗീകരിക്കേണ്ടത് മന്ത്രിസഭാ യോഗമാണ്. എന്നാൽ ഇതിനിടയിലാണ് വിലവർധനയിൽ വിശദമായ ചർച്ച ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചത്. ഇതിനുശേഷം മന്ത്രിസഭാ യോഗത്തിൽ വിഷയം അവതരിപ്പിച്ചാൽ മതിയെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മുഖ്യമന്ത്രിയുമായി ഭക്ഷ്യമന്ത്രി GR അനിൽ ചർച്ച നടത്തും. ഇതിനുശേഷമാകും ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ ധൃതി പിടിച്ചുള്ള തീരുമാനം വേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. 2016 നിശ്ചയിച്ച വിലയാണ് ഇപ്പോഴുള്ളത്. നിലവിലുള്ള വിപണി വില കണക്കാക്കി 35% സബ്സിഡിക്കാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം. ഇതനുസരിച്ച് സബ്സിഡി സാധനങ്ങളുടെ നിലവിലുള്ള വിലയിൽ കാര്യമായ വർധനയുണ്ടാകും. 2016 ശേഷം വിപണി വില പല മടങ്ങ് വർദ്ധിച്ചിരുന്നു. വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാടിലാണ് സപ്ലൈകോ. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. വിപണിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 50%-ലേറെ തുക സബ്സിഡിയായി നൽകുന്നുണ്ടെന്നാണ് സമിതി കണ്ടെത്തിയിട്ടുള്ളത്. ഈ സബ്സിഡി 30%-മായി പരിമിതപ്പെടുത്തണമെന്നാണ് സമിതിയുടെ നിർദ്ദേശം. പക്ഷേ ഭക്ഷ്യവകുപ്പ് ഇത് അംഗീകരിച്ചിട്ടില്ല. അതേസമയം സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന സപ്ലൈകോയുടെ നിലപാടിനെ ഭക്ഷ്യവകുപ്പ് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കടം കയറി കുടിശ്ശിക പെരുകി കരാറുകാർ പിൻവാങ്ങിയതോടെ സപ്ലൈകോയുടെ പ്രവർത്തനം തന്നെ പ്രതിസന്ധിയിലാണ്. വിലവർധനയല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റ് കുറുക്ക് വഴികളുമില്ല. കേൾക്കാം ഇക്കാര്യത്തിൽ എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. കൂട്ടുമായിരിക്കും, എല്ലാം കൂട്ടല്ലേ. നേരത്തെ തന്നിരുന്ന നമുക്ക് 1 കിലോ ഒക്കെ ആയിരുന്നു സബ്സിഡി, ഇപ്പോൾ അത് 1/2 കിലോ ഒക്കെ ആക്കി. ഇപ്പോൾ വില കൂട്ടാൻ തന്നെ ആയിരിക്കാം. അവർ വില കൂട്ടും, അത് ഉറപ്പാണ്. ഇവർക്ക് ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധിയും ഇല്ല. അപ്പോൾ കൂട്ടാനുള്ളവരും കൂട്ടും. നമ്മളെ പാർട്ടി വന്നാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞതാണ്. കൂട്ടും അവർ, ഉറപ്പാണ്. തീർച്ചയായിട്ടും എല്ലാത്തിനും കൂടിക്കൊണ്ടിരിക്കുകയില്ലേ. സബ്സിഡിക്ക് സാധനമൊന്നും ഇല്ലല്ലോ ഇവിടെ. എന്തോന്നിരിക്കുന്നു ഇപ്പോൾ ചോദിച്ചു നോക്കിയോ എല്ലാം ഉണ്ടാകുന്നു. പ്രശ്നമുണ്ട്, പിന്നെ പാവങ്ങളെ കാര്യം കഷ്ടമല്ലേ. എല്ലാത്തിനും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനായിട്ട് അവരിനെ കുറയ്ക്കും തോന്നുന്നില്ല. സാധനം ഇല്ലല്ലോ ഇപ്പോൾ സപ്ലൈകോയിലൊന്നും. ആവശ്യം സാധനം ഇല്ലല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.